ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചിട്ടാണ്. അതേക്കുറിച്ച് പറയുമ്പം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യത്തിലോട്ട് നമുക്ക് കടന്നു പോകാം. അതായത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ആമുഖം എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് ആ സമയത്ത് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നത്. പരമാധികാര ജനാധിപത്യ രാജ്യം എന്ന് മാത്രം. 1976 42 ഭേദഗതി പ്രകാരമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർക്കുന്നത്. അതായത് സോഷ്യലിസം, സെക്യുലാറിസം, ഇൻ്റഗ്രിറ്റി എന്നിവ സോവറിനും ഡെമോക്രാറ്റിക്കിനും ഇടയിൽ കൂട്ടിച്ചേർക്കുന്നത് 1976 42 ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ എന്താണ് ആമുഖം? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആമുഖം ഒറ്റത്തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെ ഇത് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി ആണ്. ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇനിയും ഭരണഘടനയുടെ സാരാംശം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ആമുഖം നമ്മൾ കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് വിശേഷണങ്ങൾ. ഇനി ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ആമുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആമുഖം എന്ന് പറയുന്നത് അതൊരു ചോദ്യമാണ്. ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. അതായത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്, പക്ഷെ മറ്റ് ഭാഗങ്ങളുമായി ചേർന്ന് മാത്രമേ അതിനൊരു ലീഗൽ ഇഫക്റ്റ് ഉള്ളൂ അല്ലെങ്കിൽ നിയമസാധുതയുള്ളൂ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതിൽ നിന്നും എന്തായിട്ട് മാറി? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് എന്ന് ആക്കി തീർത്തത് 1976 മറ്റൊരു ചേഞ്ച് കൂടെ വരുത്തി ആമുഖത്തിനകത്ത് യൂണിറ്റി ഓഫ് നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ പുതിയതായിട്ട് വന്നു? സോഷ്യലിസം, സെക്യുലാറിസം, പിന്നെന്താണ് ഇൻ്റഗ്രിറ്റി എന്നിങ്ങനെ 3 വാക്കുകൾ 1976 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത്, ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ 1947 ജനുവരി 22 അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നും നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, NA പൽക്കിവാലയാണ്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് എന്തായിരുന്നു? 1947 ജനുവരി 22 അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് എന്തായിട്ട് മാറ്റപ്പെടുന്നത്? നമ്മുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം, അതായത് ആദ്യകാലങ്ങളിൽ, അതായത് റിപ്പബ്ലിക്കിന് ശേഷമുള്ള ആദ്യകാലങ്ങളിൽ ആമുഖത്തെ ഭരണഘടനയുടെ ഭാഗമായി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു കേസിലാണ് സുപ്രീം കോടതി ഒരു വിധി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖവും എന്ന് വിധി പറയുന്നത്. അതിനനുസരിച്ച് പ്രിയാമ്പിളിനെയും ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാനായിട്ട് കഴിയും
അതായത് 1973 കേശവാനന്ദ ഭാരതിയും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിലുള്ള ഒരു കേസിൻ്റെ വിധി കൽപ്പിച്ചപ്പോഴാണ് പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറയുന്നത് എന്ന് വ്യക്തമായി ഓർത്തിരിക്കുക.